ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കിച്ചൺ ടൂർ ആണ്. ഞങ്ങളിവിടെ പൂനെയിലെ രണ്ടിനാണ് താമസിക്കുന്നത്. നമ്മളൊരു ചെറിയ കിച്ചണാണ്. അപ്പം ഈ കിച്ചൺ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് നോക്കിയിട്ട് എൻ്റെ ചെറിയ വീഡിയോ ആയിട്ട് എടുത്തതാണത്. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കുക. കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ താഴെയായിട്ടൊരു ബെല്ലൈക്കൺ ഉണ്ടാവും, അതൊന്ന് പ്രസ് ചെയ്യുക. അത് പ്രസ് ചെയ്യുമ്പോൾ അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാനിപ്പോൾ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇതിപ്പോൾ ഒരു 2 BHK ഫ്ലാറ്റ് ആണ്. അപ്പോൾ അതിലൊരു ചെറിയ ഒരു കുഞ്ഞി അടുക്കളയാണത്. അപ്പോൾ ഞാനും ഹസ്ബൻഡ് മാത്രം ഉള്ളതുകൊണ്ട് ഞങ്ങൾക്കിപ്പം ആവശ്യത്തിന് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കും കൂടി കാണിക്കാമെന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഡൈനിങ് ഹാളിൽ നിന്ന് നേരെ കയറുന്നത് കിച്ചണിലേക്കാണ്. അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു സ്പേസ് ഉണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങൾ ഫ്രിഡ്ജ് ഇവിടെ വെച്ചു. പിന്നെ ഫ്രിഡ്ജിന് മുകളിലായിട്ട് ഒരു ചെറിയൊരു ഷെൽഫ് ഉണ്ട്. പിന്നെ അതിന് മുകളിൽ ഞാൻ കുറച്ച് എംറ്റി വാട്ടർ ബോട്ടിൽസും ടിഫിൻ കാരിയറൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിന് മുകളിൽ ഒരു ടിഷ്യൂ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ബാക്കിൽ ഒരു സ്പൈസ് ബോക്സ് വെച്ചിട്ടുണ്ട്. സ്പൈസ് ബോക്സ് എടുക്കാനുള്ള എളുപ്പത്തിന് ഞാൻ ഇവിടുത്തെ ആവശ്യമേ ഉള്ളൂ. ഇത് പാലാണ്, ടെട്രാ പാക്കിൻ്റെ പാലാണ്. അപ്പോൾ ഹസ്ബൻഡ് ടെട്രാ പാക്കിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ടെട്രാ പാക്കിൻ്റെ പാലേ മേടിക്കുകയുള്ളൂ. ഇത് ചെറുതായിട്ട് ഇത് ഞാൻ ഉണ്ടാക്കിയതാണിത്. വൈറ്റ് പേപ്പർ വെച്ചിട്ട് പിന്നെ നല്ല കളർ കൊടുത്തതേ ഉള്ളൂ. ഉണ്ടാക്കി വെച്ചപ്പോൾ കുഴപ്പമില്ലാന്ന് തോന്നി, അതുകൊണ്ട് ഞാൻ ഫ്രിഡ്ജിൻ്റെ മുകളിൽ വെച്ചിട്ടാണ്. പിന്നെ ഇതാണ് ഞങ്ങളുടെ വീട്ടിലെ വേസ്റ്റ് ബോക്സ് എന്ന് പറയാം. കാരണം എല്ലാ കണസോ സാധനങ്ങളും ഞങ്ങൾ കൊണ്ടിടുന്നത് ഇതിനകത്താണ്. അപ്പം കുറച്ച് വാട്ടർ ബോട്ടിലുണ്ട്, പിന്നെ വെള്ളം തിളപ്പിക്കുന്ന സാധനമുണ്ട്. ഇത് വിക്കിൻ്റെ ബോക്സാണ്. ഇത് ആമസോണിൽ നിന്ന് എല്ലാ സ്വീറ്റ്സും നമുക്ക് ഓൺലൈനായിട്ട് മേടിക്കാൻ കിട്ടും. അത് പിന്നെ ബാറ്ററി അങ്ങനത്തെ എല്ലാ ചില്ലറ സാധനങ്ങളും ഞങ്ങൾ ഇതിനകത്താണ് വെക്കുന്നത്. അപ്പം ഞാൻ എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാൻ ഇതിൽ എഴുതി വെക്കും. ഭയങ്കര മറവിയാണ്, അപ്പം ഞാനത് നോട്ട് ചെയ്ത് വെക്കും. ഇത് ഗ്യാസ് മേടിച്ച ഡേറ്റാണിത്. അപ്പം ഗ്യാസ് മാറാനാകുമ്പോൾ എനിക്ക് ഓർമ്മ വരും, അങ്ങനെ ഉഷാറായിരിക്കും. അല്ലെങ്കിൽ അടുത്ത ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണിത്. ഈ ഷെൽഫിനകത്ത് ഞാൻ ഒരു സൈഡിൽ മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി അങ്ങനത്തെ പൊടി ഐറ്റംസ് വെച്ചിട്ടുണ്ട്. പിന്നെ മറ്റേ സൈഡിൽ കടല, പരിപ്പ്, പയർ അങ്ങനത്തതും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് എളുപ്പത്തിന് എടുക്കാൻ വേണ്ടിയിട്ട് ഞാനങ്ങ് താഴെ വെച്ചു. പിന്നെ അതിൻ്റെ മുകളിൽ കുടംപുളി, വാളംപുളി അങ്ങനത്തെ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. പിന്നെ മസാല, അതായത് ചിക്കൻ മസാല, മീറ്റ് മസാല അങ്ങനത്തെ മസാലകളെല്ലാം ഒരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് അത്രയേ ഉള്ളൂ. ഇവിടെ ഞാൻ ഇൻഡക്ഷനും മിക്സിയും ഗ്യാസും കൂടിയാണ് വെച്ചേക്കുന്നത്. വേറെ സ്ഥലമില്ല വെക്കാൻ. പിന്നെ ഇത് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണിത്. നെല്ലിക്ക വൈനാണ്. ഇപ്പോൾ ഒരു ബോട്ടിൽ തീർന്നു, ഇനി ഒരു ബോട്ടിലും കൂടെ ഉണ്ട്. പിന്നെ ഇതിനകത്ത് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് വെക്കുന്നതാണ്. ഇത് ടാങ്കിൻ്റെ ബോട്ടിലാണ്. അപ്പം വെളിച്ചെണ്ണ ഇതിനകത്ത് ഒഴിച്ച് വെക്കും. അതിനകത്ത് ഉപ്പാണ്, പളുങ്കിൻ്റെ പാത്രത്തിൽ. പിന്നെ ഇതിൽ ഞാൻ കുറച്ച് സ്പൂണുകളും ഫോർക്കും അങ്ങനത്തെ വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ പപ്പടം കുത്തി, പുട്ടുകുത്തി, പീലറ്, കത്തികൾ അങ്ങനത്തെ ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഈ സൈഡിൽ ഓവനും റൈസ് കുക്കറും പിന്നെ ഒരു ചെറിയ സ്റ്റാൻഡും ഉണ്ട്. ഇവിടെ തന്നെ ചിരവയും ഫിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഗ്യാപ്പിൽ ഒരു കട്ടിംഗ് ബോർഡ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഞങ്ങളുടെ കോഫി മഗ്സ് ആണ്. ഞാൻ കോഫിക്ക് അഡിക്റ്റ് ആയതുകൊണ്ട് ഒന്ന് കുറയ്ക്കാമെന്ന് ഓർത്തിട്ട് ഇപ്പം ഈ ചെറിയ കപ്പിലാണ് കുടിക്കുന്നത്. പിന്നെ ഏറ്റവും മുകളിലത്തെ ഷെൽഫിൽ കോഫി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ആപ്പിൾ സിഡർ വിനെഗർ ആണിത്. ഏർലി മോർണിംഗ് കുടിക്കുന്നത് വെയിറ്റ് ലോസിന് നല്ലതാണ്. പിന്നെ ഉള്ളത് ഈ പാത്രത്തിൽ ടീ ബാഗ്സ് ഉണ്ട്. പല ഫ്ലേവേഴ്സ് ടീ ബാഗ്സ് ഉണ്ട്. ഇത് കോഫി പാക്കറ്റ്സ് ആണ്. അതിന് താഴെ 2 ലൈറ്റർ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് മൊത്തം പിസ്സ ഉണ്ടാക്കുന്ന ഐറ്റംസ് ആണ്. അതായത് ഒരിഗാനോ, റോസ്മേരി, ബേസിൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. പിന്നെ ഏറ്റവും താഴെ താളിക്കുന്ന ഐറ്റംസ് ആണ്. അതായത് ഇപ്പോൾ ജീരകം, കടുക്, ഉലുവ അങ്ങനത്തെയൊക്കെ ഏറ്റവും താഴെ വെച്ചിട്ടുണ്ട്. ഇതിന് താഴെയായിട്ട് കുറച്ച് ഡ്രോയേഴ്സ് ഉണ്ട്. അപ്പം ഞാൻ ഒരുവിധം സാധനങ്ങളെല്ലാനും ഈ ഡ്രോയേഴ്സിൻ്റെ അകത്ത് തന്നെയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കിതൊന്ന് തുറന്നു നോക്കാം എന്തൊക്കെയാണ്. ഇത് ഓവൻ ഗ്ലൗ ആണ്. അപ്പോൾ ഇത് എളുപ്പം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം വെച്ചു. ഇത് നമ്മൾ ഫുൾ കേക്ക് ഉണ്ടാക്കുന്നതാണ്. ഇത് ജിലേബി മിക്സ് ആണ്. അപ്പോൾ നമ്മൾ മാവ് ഇതിൽ ഫില്ല് ചെയ്ത് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഇതങ്ങ് പിഴിഞ്ഞെടുക്കാൻ പറ്റും ഷേപ്പിന്.
പിന്നെ ലെമൺ സ്ക്വീസർ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇടിയപ്പത്തിന്റെ അച്ചും കുറച്ച് ചില്ലും ഉണ്ട്. പിന്നെ ഉപയോഗിക്കാത്ത കുറച്ച് പാത്രങ്ങളും ഉണ്ട്. അപ്പൊ ഈ ഷെൽഫിനകത്ത് അത്രേ ഉള്ളൂ. രണ്ടാമത്തെ ഷെൽഫിനകത്ത് ഞാൻ പിന്നെ കുറച്ച് പളുങ്ക് പാത്രങ്ങൾ വെച്ചിട്ടുണ്ട്. കാരണം ഇത് എളുപ്പം പൊട്ടുന്നതായോണ്ട് ഇതങ്ങ് സെപ്പറേറ്റ് ആയിട്ട് വെച്ചു. ഏറ്റവും താഴെ കുറച്ച് നോൺ സ്റ്റിക് പാത്രങ്ങൾ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ സ്ഥിരം ഉപയോഗിക്കുന്ന പാത്രങ്ങളാണ്. ഈ ഷെൽഫിന്റെ അകത്തേക്കായിട്ട് സിലിണ്ടർ വെച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഈ ഷെൽഫ് വരുന്നത്. അപ്പൊ ഇതിൽ ഞാൻ കേക്കിന്റെ ഐറ്റംസ്, അതായത് ബേക്കിംഗ് ഐറ്റംസ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ കേക്ക് ഫില്ലിങ്ങിന് വേണ്ടിയിട്ടാണിത്, അതായത് ക്രീം ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിന്റെ കൂടെ തന്നെ നോസിലുകളും ഉണ്ട്. ഇപ്പൊ നമുക്ക് പല നോസിൽ വേണമെങ്കിലും വെക്കാം. ഇത് ആമസോണിൽ നിന്ന് മേടിച്ചതാണ്. ഇത് മൊത്തം ട്രേ ആണ്, കേക്ക് ഉണ്ടാക്കുന്ന ട്രേ. പിന്നെ ഇത് പിസ്സ ട്രേ. ഇത് മെഷറിംഗ് കപ്സ് ആണ്. പിന്നെ സ്പാച്ചുല ഉണ്ട്. പിന്നെ കപ്പ് കേക്സിന്റെ മൗൾഡ് ഉണ്ട്. ഇതും ആമസോണിൽ തന്നെ മേടിച്ചാണ്. പിന്നെ ഒരു അരിപ്പ. ഇത് കപ്പ് കേക്കിന്റെ ടിന്നാണിത്. ഇതും ആമസോണിൽ തന്നെ മേടിച്ചാണ്. അപ്പൊ ഇതിനകത്ത് അത്രേ ഉള്ളൂ. പിന്നെ 2 പളുങ്കുപ്പിയും വെച്ചിട്ടുണ്ട്. ഇതിന് താഴത്തേല് കുറച്ച് സ്റ്റീൽ പാത്രവും അലുമിനിയം പാത്രവും ഉണ്ട്. ഇപ്പുറത്തെ സൈഡില് ആദ്യത്തെ ഷെൽഫില് കുറച്ച് പലചരക്ക് ഐറ്റംസ് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടി പൊട്ടിച്ചിടാനുള്ള സ്റ്റോറേജ് സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ആവശ്യം വരുമ്പോൾ അങ്ങ് ഓരോന്നായിട്ട് എടുക്കും. പിന്നെ രണ്ടാമത്തേല് സ്ഥിരം ഉപയോഗിക്കുന്ന പാത്രങ്ങൾ തന്നെയാണ്. സ്റ്റീൽ പാത്രങ്ങൾ കുറച്ച് വെച്ചിട്ടുണ്ട്. ഏറ്റവും താഴെ കുക്കർ വെച്ചിട്ടുണ്ട്. കുക്കർ 3 എണ്ണം ഉണ്ട്. പിന്നെ ഒരു ഇഡ്ഡലി പാത്രവും വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് കുറച്ച് പ്ലേറ്റ്സ് ഉണ്ട്. പിന്നെ കാസറോൾസ്, മിക്സിയുടെ ജാറ്, പുട്ടുകുറ്റി, അങ്ങനത്തെയൊക്കെ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. ഇതിന് താഴെ ഉപയോഗിക്കാത്ത കുറച്ച് പ്ലാസ്റ്റിക് ഡബ്ബകൾ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ടിഫിൻ കാരിയറും ഉണ്ട്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഷെൽഫുകളൊക്കെ. പിന്നെ ഈ അറ്റത്തായിട്ട് ഒരു സിങ്ക് ഉണ്ട്. അപ്പൊ നോർമൽ വാട്ടറും ഉണ്ട്, കുടിക്കുന്ന വെള്ളവും ഉണ്ട്. ഇപ്പം വെള്ളം കുഴപ്പമൊന്നുമില്ല, നല്ല വെള്ളം തന്നെയാണ്. എന്നാലും നമ്മളൊരു പ്യൂരിഫയർ വെച്ചിട്ടുണ്ട്. ഈ സൈഡില് ആകെ ഇത്രയേ ഉള്ളൂ. അപ്പൊ നമ്മുടെ സിങ്കിന്റെ താഴെയായിട്ട് ഒരു ചെറിയ കബോർഡും കൂടി ഉണ്ട്. അപ്പൊ അതിനകത്ത് ഞാൻ കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. ഹാൻഡ് വാഷ് ഉണ്ട്. പിന്നെ പ്രില്ല്, പാത്രം കഴുകുന്നത്, ഷാംപൂ, പിന്നെ സ്ക്രബ് ഉണ്ട്, ക്ലിപ്പ്, പേസ്റ്റ്, ബ്രഷ്, അങ്ങനത്തെ കുറേ ഐറ്റംസ് ഒക്കെ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ മാക്സിമം സ്പേസ് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ആയിട്ട് ഒരു ചെറിയൊരു മെഷീൻ ഏരിയ ഉണ്ട്. അപ്പം ഇവിടെയാണ് ഞാൻ ഒരു സ്റ്റാൻഡ് അടിച്ചിട്ട് ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ അങ്ങ് വെച്ചേക്കുന്നത്. പിന്നെ അതിൻ്റെ താഴെയായിട്ട് ഡസ്റ്റ്ബിനും വെച്ചിട്ടുണ്ട്. ഈ കോർണറിലും കുറച്ച് സാധനങ്ങളുണ്ട്. അപ്പോൾ ഇതിനെ ഉള്ളിക്കൊട്ടാന്നാണ് പറയുന്നത് ഞങ്ങളുടെ വീട്ടിൽ. അപ്പോൾ ഉള്ളി, തക്കാളി അങ്ങനത്തെ ഒക്കെ ഇതിൽ വെക്കും. പിന്നെ ഇപ്പുറത്ത് അരി, പഞ്ചസാര, ബിസ്ക്കറ്റ്സ്, മൈദ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാൻ ഈ പാത്രങ്ങളിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് മുകളിലായിട്ട് ഒരു ചെറിയൊരു ഷെൽഫ് ഉണ്ട്. 2 തട്ടുള്ള ഒരു ചെറിയ ഷെൽഫ്. പിന്നെ താഴെ ഞാൻ മൊത്തം ഗ്ലാസ് ആണ് വെച്ചേക്കുന്നത്. പിന്നെ അതിന് മുകളിൽ പച്ചരി, പിന്നെ റവ, പിന്നെ കുറച്ച് കപ്സും ബട്ടർ പേപ്പറും ഒക്കെ വെച്ചിട്ടുണ്ട്.
അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ അടുക്കള. ചെറുതാണ്. പിന്നെ ഈ സൈഡിലായിട്ട് ഞാൻ ഒരു ബാംബൂ ട്രീ വെച്ചിട്ടുണ്ട്. പിന്നെ അപ്പുറം തന്നെ ഈശോൻ്റെ ഒരു ചെറിയൊരു ഫോട്ടോയും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.